നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഉത്തർപ്രദേശിലുണ്ടായ കനത്ത തിരിച്ചടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയാമെന്ന് ഭൂപേന്ദ്ര സിംഗ് ചൗധരി ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിക്കും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും എതിരായ വിമത നീക്കത്തിനും പിന്നാലെയുണ്ടായ രാജ്യസന്നദ്ധത സംസ്ഥാനത്ത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ചുവട് പിടിച്ചാണ് ആദിത്യനാഥിനെതിരായ നീക്കം നടക്കുന്നത്. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയാണ് നീക്കം ശക്തമാക്കിയത്. തോൽവി പാർട്ടിയുടേതാണെന്നും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം തനിക്കാണെന്നും പറഞ്ഞാണ് സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരി രാജ്യസന്നദ്ധത അറിയിച്ചത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. നദ്ദയെ കേശവ് പ്രസാദ് മൗര്യ സന്ദർശിച്ചതിന് തൊട്ടുപിന്നാലെയായിരുന്നു ഇത്. UP-യിൽ നേതൃമാറ്റം ഉടൻ ഉണ്ടാകും എന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പരക്കുന്നത്. അടുത്ത മാസം തുടങ്ങുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടികൾക്കൊപ്പം UP-യിലെ പ്രശ്നങ്ങളും പരിഹരിക്കാം എന്ന ആലോചനയിലാണ് കേന്ദ്ര നേതൃത്വമെന്നാണ് സൂചന. യോഗി ആദിത്യനാഥിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തൽക്കാലം ഇളക്കമുണ്ടായേക്കില്ല. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഭൂപേന്ദ്ര സിംഗ് ചൗധരിയെയും തൽക്കാലം മാറ്റില്ല. സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പുതിയ അധ്യക്ഷൻ വന്നാൽ ഭൂപേന്ദ്ര സിംഗ് ചൗധരി മന്ത്രിസഭാംഗമാകും. യോഗി ആദിത്യനാഥിന് സ്ഥിരം തലവേദനയുണ്ടാക്കുന്ന കേശവ് പ്രസാദ് മൗര്യയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനും സാധ്യതയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും ഡൽഹിയിലെത്തി രാജ്യസന്നദ്ധത നേരത്തെ അറിയിച്ചിരുന്നു. സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം കേന്ദ്ര നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. UP-യിലെ നിലവിലെ സാഹചര്യത്തിൽ യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രിയും JP നദ്ദയും കാണും. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി നരേന്ദ്രമോദിയെ കണ്ട് രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന വിവരം പുറത്തുവന്നിരുന്നു. എന്നാൽ രാജിവെക്കാൻ തന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ UP-യിൽ BJP-യിൽ പുകഞ്ഞ് തുടങ്ങിയ അതൃപ്തിയാണ് ഒടുവിൽ മറനീക്കി പുറത്തുവന്നത്. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ഡൽഹിയിലെത്തി JP നദ്ദയെ നേരിട്ട് കണ്ട് പരാതികൾ ഉന്നയിച്ചു. മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നു എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി. തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ പാർട്ടിക്കെതിരായിരുന്നു എന്ന വിമർശനവും നേരത്തെ നേതാക്കൾ ഉയർത്തിയിരുന്നു. യോഗിയെ മാറ്റി OBC വിഭാഗത്തിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടും ചില പാർട്ടി നേതാക്കൾക്ക് ഉണ്ട്. കേന്ദ്ര നേതൃത്വം UP-യിൽ കാര്യമായി ഇടപെടണമെന്ന് BJP MLA-മാർ ആവശ്യപ്പെടുന്നതും യോഗി ആദിത്യനാഥിനെ ലക്ഷ്യമിട്ടാണ്. അമിത്ഷാ നരേന്ദ്രമോദിയെ കണ്ടതും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള ചില സൂചനകൾ നൽകിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മോദിയുമായി കൂടിക്കാഴ്ച നടത്തി വിഷയങ്ങൾ സംസാരിച്ചു. ഭൂപേന്ദ്ര ചൗധരിയുടെ രാജ്യസന്നദ്ധതയിൽ തുടർ നടപടി ആലോചിക്കാനാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി UP-യിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഡൽഹിയിലെത്തി കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ BJP-യിൽ വൻ അഴിച്ചുപണി ഉണ്ടാകും എന്ന സൂചനയുണ്ടായിരുന്നു. 2027-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനത്ത് പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ BJP അധ്യക്ഷനാക്കണമെന്ന താൽപ്പര്യം കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ട് എന്നാണ് സൂചന. ജാട്ട് സമുദായാംഗമാണ് ഭൂപേന്ദ്ര ചൗധരി. 2022-ലാണ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായത്. കേശവ് പ്രസാദ് മൗര്യയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിൽ ഭിന്നതകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതിനിടെയായിരുന്നു നദ്ദയുമായുള്ള മൗര്യയുടെ കൂടിക്കാഴ്ച. സർക്കാരല്ല പാർട്ടിയാണ് വലുത് എന്ന മൗര്യയുടെ പരാമർശം കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട്.